our 7th chapter. Chapter's name is We Need Water. Okay, in last chapter we have studied about air and its uses. In this chapter we are going to study about water and its importance. Okay, water is very important to our life. Can we live without water? Can you live without water? How long could you stay without drinking water? Say, ഇപ്പം ഫാസ്റ്റിംഗ് ഒക്കെ സമയത്ത് ആൾമോസ്റ്റ് ഒരു 6 to 8 hours നമ്മൾ കഴിക്കാതെ കുടിക്കാതെ ഒക്കെ ഇരിക്കാറുണ്ട്, റൈറ്റ്? അതിനുശേഷവും can we live or can we tolerate without drinking water? No. Not only human beings or people, but also plants and animals also need water for their life. Okay? There can be no life without water. Water illade ivide life undavilla. Nobody can live here. Okay? There are so many uses for water. We are using water daily for different purposes. അല്ലേ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഡെയിലി ഒരുപാട് വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ തുടങ്ങാം. What are the things we are using water? We use water for brushing. We use water to drink. We use water to cook. We use water to bath, wash clothes, and we use water to put out a fire. തീയൊക്കെ കത്തുന്ന സമയത്ത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ വെള്ളം യൂസ് ചെയ്യും, റൈറ്റ്? എന്തിനൊക്കെ യൂസ് ചെയ്യാം? ഫോർ ക്ലീനിങ്, ബാത്തിങ്, ബ്രഷിങ്, കുക്കിംഗ്, ഡ്രിങ്കിങ്, washing, then putting out a fire, cleaning a paintbrush, like that. There are so many uses for water, right? Then, from where we get water from? The main source of water is rain. This rain fills up the water in river, ponds, lakes, seas, etc. And the water from ponds, lakes and rivers are cleaned and send it to different houses through pipes. അല്ലേ? ഈ സിറ്റീസിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ വീടുകളിൽ കിണറും വെള്ളമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്താ സംഭവിക്കുക? പുഴയിൽ നിന്നും അതുപോലെ തന്നെ തടാകത്തു നിന്നൊക്കെ ഉള്ള വെള്ളം കളക്ട് ചെയ്തിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് പൈപ്പ് ലൈനിലൂടെ ഡിഫറെൻറ്റ് ഹൗസസിലേക്ക് എത്തിച്ചു കൊടുക്കും. അതാണ് വാട്ടർ സപ്ലൈ ചെയ്യുന്നത്. Okay, and we get that water through ടാപ്പിലൂടെ നമുക്ക് കിട്ടുന്നു. And this also some rainwater will go down to earth. ഭൂമിയുടെ അടിയിലേക്ക് ഒലിച്ചു പോകും. എന്നിട്ടോ നമുക്ക് എങ്ങനെയാണ് വെള്ളം കിട്ടുക? When we dig well, കിണർ കുഴിക്കുന്ന സമയത്ത് നമ്മൾ കാണാറില്ലേ വെള്ളം കിട്ടുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആ വെള്ളം എവിടുന്നാണ് വരുന്നത്? യെസ്, it comes from rain waterലും പിന്നെ ഭൂമിക്ക് അടിയിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ റെയിൻ വാട്ടർ ആഴ്ന്നിറങ്ങി താഴെ ഭൂമിക്ക് അടിയിലേക്ക് പോയിട്ട് നമുക്ക് കിണർ കുഴിക്കുന്ന സമയത്ത് വെള്ളം കിട്ടും. ഓക്കെ, നമ്മൾ വെള്ളം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. നോ, we don't have to waste water because there are so many peoples are living in many other states and are suffering from severe shortage of water. അവിടെ സമ്മറൊക്കെ ആകുമ്പോഴത്തേക്ക് വരൾച്ചയായിരിക്കും, ഡ്രാഫ്റ്റ് വരും, വരൾച്ച, വെള്ളമില്ലാതെ ഒരുപാട് ആൾക്കാർ. ഇവരൊക്കെ വീട്ടിൽ അവർക്ക് ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വരെ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്തിട്ട് കളക്ട് ചെയ്ത് തിരിച്ച് വീട്ടിലൊക്കെ വന്നിട്ടാണ്
അവർ വെള്ളം കിട്ടുന്നത് അവർക്ക്. ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ജീവിക്കുന്നത്. സോ വി ആർ വെരി ലക്കി ടു ലിവ് ഹിയർ, റൈറ്റ്? ഇവിടെ തന്നെ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ആൾക്കാരുണ്ട്. മലയോര പ്രദേശങ്ങൾക്കൊക്കെ അവിടെയൊക്കെ മല ഏരിയ മീൻസ് ഹില്ലി ഏരിയയിലൊക്കെ താമസിക്കുന്നവർക്ക് വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി കുറവായിരിക്കും. അവർ താഴെ വന്ന് വെള്ളം വേറെ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് അത് തിരിച്ച് വീട്ടിലേക്കൊക്കെ എത്തിച്ച് യൂസ് ചെയ്യുന്ന പാട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? സോ നമ്മൾ ഓരോരുത്തരും വെള്ളം വേസ്റ്റ് ചെയ്യുന്നത് ഒരുപാട് ശ്രദ്ധിക്കണം. ഓക്കെ, we must not waste water. We must close the tap after use. നമ്മൾ യൂസ് കഴിഞ്ഞാൽ വെള്ളം ടാപ്പ് ക്ലോസ് ചെയ്യണം. ആൻഡ് we must take only as much water in a glass as we want to drink. നമുക്ക് കുടിക്കാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ഗ്ലാസ്സിലെടുക്കുക. ഡോണ്ട് വേസ്റ്റ് വാട്ടർ. ചിലരുണ്ടാവും വെള്ളം നിറയെ ഗ്ലാസ്സിൽ ഒഴിക്കും, ബട്ട് ഒരു 1 or 2 സിപ്പ് കുടിച്ചു കഴിഞ്ഞ് the other water else remaining water will be wasted. That's very bad. Okay, and we must collect rainwater. We can use it to wash vegetables, to clean the floors and to water plants. നമുക്ക് റെയിൻ വാട്ടർ കളക്ട് ചെയ്ത് വെച്ചാലും വെജിറ്റബിൾസ് വാഷ് ചെയ്യാനും അതുപോലെ പ്ലാന്റ്സിന് വെള്ളം കൊടുക്കാനും ഫ്ലോർ ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇൻ ദിസ് ചാപ്റ്റർ we have learned about water and its importance. That is, all living things need water to live. Water is used for cooking, drinking, bathing, washing and cleaning. Rainwater gets collected in ponds, lakes and rivers. We must not waste water. Hope all of you understood the chapter. That means it's very simple. Okay, and you have to read the chapter at least 3 times. Then only you can follow it easily. Thank you.